നിന്റെ മുഖത്തെ ശുദ്ധമായ പുഞ്ചിരിയും ഉള്ളിലെ പൊട്ടിച്ചിരിയൊക്കെ ഞാൻ അറിയുന്നുണ്ടടാ. പോത്തിന്റെ പുറത്ത് വരേണ്ടവൻ ബുള്ളറ്റിന്റെ പുറത്തെത്തി. പോന്നില്ലേ? ആ, ഇവനിതിന്റെ ഇടയ്ക്ക് കയറി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പാവം. നിന്റെ സ്വപ്നമൊക്കെ ഞാനെന്ന് തീർത്തു തരണമെന്ന് പറഞ്ഞാ വന്നത്. ഇനിയിപ്പം അവിടെ എത്തിയിട്ട് കണ്ണനോട് എന്തെങ്കിലും ഒരു കള്ളം പറയണം. മാർക്കോയോട് ആയുധമായി ചെന്നാലും അവനെ നേരിടാൻ പറ്റില്ല. അവന്റെ നെറ്റിക്ക് നേരെ തോക്ക് ചൂണ്ടിട്ട് ക്ഷണം നേരം കൊണ്ടത് അവന്റെ കയ്യിലെത്തിയതാ. പക്ഷേ പാഞ്ഞു പോകുന്ന ബുള്ളറ്റിലേക്ക് കാറ് കൊണ്ട് കയറ്റിയ സ്പോട്ടിൽ അവൻ തീരും. അങ്ങനെങ്കിൽ ശത്രുക്കളൊന്നല്ല, രണ്ടാ ഇന്നെന്റെ കൺമുമ്പിൽ പിടഞ്ഞു തീരാൻ പോകുന്ന. നീ എന്തിനു മേഘ ഇങ്ങനെ പായുന്നേ? എന്താണെന്ന് നീ കണ്ടോടാ. മാർക്കോ! 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 നീ എന്തിനാടാ നിലവിളിക്കുന്നെ? അവൻ ചാവട്രാ. എടാ, അവളെ സപ്പോർട്ട് ചെയ്യുന്നവൻ അവൻ, മഹാലക്ഷ്മിയെ. അവൻ പിടഞ്ഞു തീർന്ന നിനക്കെന്താടാ? മാർക്കോ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാ. ആ നല്ലവനിപ്പം നല്ലവനല്ലടാ. അതുകൊണ്ട് അവനൊരു ഇത്തിരി ജീവൻ ഭാഗ്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഞാനിപ്പോ എടുക്കടാ. വേണ്ട മേഘ, അവനൊന്നും ചെയ്യരുത്. മാർഗ മേഘ വേണ്ട. വേണ്ട വേണ്ട മേഘ വേണ്ട. മേഘ എടാ പ്ലീസ് വേണ്ട, വിട്ടേക്കവനെ. മേഘ വേണ്ട. മേഘ വേണ്ട. വാടാ, അങ്ങനെ നടന്ന് വാടാ. കണ്ട വാടാ, ഇങ്ങോട്ട് വാടാ, നടന്ന് വാടാ. ആദ്യം മാർഗോ, ഇത് കഴിഞ്ഞ് വരോടാ എനിക്ക് നിന്റെ രണ്ട് കാല് തല്ലി ഓടിക്കാൻ. നീ നടക്കണ്ടാ. നിന്റെ കുഞ്ഞു തന്നെയാ അവളുടെ വയറ്റിൽ കിടക്കുന്ന. നടന്നു തുടങ്ങിയ കണ്ണന്റെ കുഞ്ഞ്. അങ്ങനെ കുഞ്ഞും കുടുംബമായിട്ട് നീ കഴിയണ്ടാ.